നമുക്ക് ഇന്നിവിടെ തേങ്ങ അരച്ച അയിലക്കറി ഉണ്ടാക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ നന്നായി മൂത്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഇത് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് സബോള, കറിവേപ്പില, പച്ചമുളക് എന്നിവ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് ബ്രൗൺ കളറാകുമ്പോൾ അതുവരെ ഇത് നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി പൊടി, മുളക് പൊടി എന്നിവ ഇട്ട് നന്നായിട്ട് ഇളക്കുക. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇത് തിളച്ച് വരുമ്പോൾ അരച്ച നാളികേരം ചേർക്കുക. ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അയിലക്കറി ഇനി ഇത് കൂട്ടി നമുക്ക് ചോറുണ്ണാം. ഇതിലേക്ക് നമുക്ക് അയില വറുത്തത് വെച്ച് കൊടുക്കാം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക്